ഇത് ഭീഷണിയല്ല, ഇതൊരു ഭീകരതയാണ്. ഇത് ഈ പ്രിൻസിപ്പലൊന്നും ചെയ്യുന്നതല്ല. അവരൊക്കെ പാവം മനുഷ്യരാണ്, അവരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഇവരുടെയൊക്കെ ചുറ്റുവട്ടത്തൊക്കെ നിന്ന് ചില പോസ്റ്റൊക്കെ ഒപ്പിക്കുന്ന ആളുകളാണ്. ഇത് ഭീകരതയാണ്. ആരോഗ്യവകുപ്പ് ഇങ്ങനെയല്ല. ആരോഗ്യവകുപ്പ് നേരിട്ട് ഇടപെടുന്ന ജനങ്ങളുമായിട്ടാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പുറത്തു പറയാ പാടില്ല എന്ന് പറയുന്നത് കരിനിയമമാണ്. ആ പ്രിൻസിപ്പലിനെ കൂടി ചെയ്യിക്കുന്നത് ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയുമാണ്. അവിടുത്തെ ശമ്പളം ചോദിച്ചു കഴിഞ്ഞാൽ അവരെ പിരിച്ചുവിടുന്ന ലെവലിലേക്ക് ആരോഗ്യമന്ത്രി എത്തിയിരിക്കുന്നത് വളരെ ഖേദകരമാണ്. 43-ാം വർഷമാണ് ഞാൻ ആരോഗ്യരംഗത്ത് മെഡിക്കൽ വിദ്യാർത്ഥി കാലത്ത്. ഞാൻ സമരങ്ങൾ നയിച്ച ആളാണ്. ഞാൻ നയിച്ച സമരങ്ങളിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ പ്രിൻസിപ്പൽമാർ കൂടെ പങ്കെടുത്തിട്ടുണ്ട്, കൂട്ടുവിട്ടിട്ട് ഒരു ചുക്ക് ഇവിടെ ആരും ചെയ്തിട്ടില്ല. ഇതിനേക്കാൾ വലിയ ആരോഗ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട്, ഇതിനേക്കാൾ വലിയ മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്, പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രി ഒന്നും ചെയ്തിട്ടില്ല, ഒരു മന്ത്രി ഒന്നും ചെയ്തിട്ടില്ല. ഇത് വെറും ബുദ്ധിമോശമാണ്. ആരോഗ്യരംഗത്തെ പറ്റി പറയുന്നത് ഇവിടത്തെ നമ്മുടെ യുദ്ധരഹസ്യമൊന്നും അല്ലല്ലോ. മനുഷ്യർക്ക് രോഗിയെ പുഴുവരിക്കുന്ന ആശുപത്രികളാണ് കേരളത്തിലുള്ളത്. മെഡിക്കൽ കോളേജിൽ മനുഷ്യരെ ഒരു കട്ടിൽ രണ്ടുപേരെ കിടത്തുകയാണ്. 18 ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡോക്ടർ തലേ കൈയും വെച്ച് നിലവിളിക്കുന്ന കേരളത്തില് ഇവിടെ ഡോക്ടർമാർ ആരോഗ്യരംഗത്തുള്ളൊരു പുറത്ത് കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയുന്നത് ജനവിരുദ്ധമാണ്. ആരോഗ്യമന്ത്രിയായിരുന്ന ചെയ്യേണ്ടത് എന്നോടെല്ലാം പറയൂ എന്നാണ് പറയേണ്ടത്. ഇനിയോ 8 മാസക്കാലത്തേക്ക് ബാക്കിയുള്ള മന്ത്രിസ്ഥാനത്തെ പറ്റി മാത്രം കരുതരുത്. ഇവിടെ 3.5 കോടി ജനങ്ങളുടെ ആരോഗ്യമാണ് മറുവശം. ഈ പ്രിൻസിപ്പൽമാരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഇതൊന്നും ഒരു കയ്യിൽ നിൽക്കുക. ഇന്നലെ ഡോക്ടർ മോഹൻദാസ് പറഞ്ഞു, അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തി ഫേസ്ബുക്ക് അക്കൗണ്ട് വരെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ദിവസം നടക്കുകയുള്ളൂ. കേരളത്തിലെ ആരോഗ്യരംഗം അത് ഏത് മന്ത്രിസഭ ഭരിച്ചാലും ഏത് മന്ത്രിയായാലും ഇങ്ങനെ ആൾക്കാരെ വായിൽ തുന്നലിടാൻ പറ്റില്ല, വായ മൂടിക്കെട്ടാൻ പറ്റില്ല. ഇതൊക്കെ വിഡിത്തമാണ്. അവർ സ്വയം ഇത് ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവർ സ്വയം അവരുടെ കൊയ്ത് കൊണ്ടുകയാണ്. വളരെ ദയനീയമാണ്, പ്രതിഷേധാർഹമാണ്. പിന്നെ ഡോക്ടർമാർക്കൊക്കെ സംഘടനകളുണ്ട്. അത് പലപ്പോഴും ഒക്കെ ഈ വലിയ നേതൃത്വവും വലിയ മഹാന്മാരും മഹാരഥന്മാരും നയിക്കുന്ന സംഘടനകളാണ്. ചിലപ്പോഴൊക്കെ ഇതുപോലെ ഭയമുള്ളവർ അതിന്റെ നേതൃത്വത്തിൽ വന്നുപോകും. അതിന്റെ ഒരു ഗതികേടുകൾ ഇതൊക്കെ കർശനമായിട്ട് ഇന്നലെ തന്നെ ഇടപെടാണ്. പോലീസുകാർക്ക് സംഘടന ഉണ്ടാക്കിയ പാർട്ടിയായി പറയുന്നത്. കേരളത്തിൽ പോലീസുകാർക്ക് സംഘടന ഉണ്ടാക്കിയ പാർട്ടിയാ ആളുകൾ മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാരെന്താണ് അവർക്ക് പ്രൊമോഷന്റെ കാര്യമല്ലല്ലോ പറയുന്നത്. അല്ല അവരുടെ ഭാര്യയുടെയും ഭർത്താവിന്റെയും കുട്ടികളുടെയും കാര്യമല്ലല്ലോ പറയുന്നത്. ഈ നാട്ടിലെ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ട്, മനുഷ്യൻ ചത്തുപോവാണെന്ന് പറയുമ്പോൾ അത് വാതുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇതൊരു വിഡ്ഢിത്തമാണ്. ഈ പാവം പ്രിൻസിപ്പലിനോട് സഹതാപം തോന്നും. ജോലി കളഞ്ഞിട്ട് പോകണം ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ. ഇവർക്ക് പുറത്തു പോയി വേറെ ജോലി കിട്ടും, അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞിട്ട് പോകാൻ കഴിയണം. അടിയന്തരാവസ്ഥയാണോ കേരളത്തിൽ? ആരോഗ്യ അടിയന്തരാവസ്ഥയാണ്. രോഗങ്ങൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ, അസുഖങ്ങൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ നിരനിരയായിട്ട് മരിക്കുമ്പോഴാണ് ഇതുപോലത്തെ ഇടപെടലുകൾ വേണ്ടത്. അല്ല വാതുറക്കം ഡോക്ടർമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇപ്പൊ തന്നെ കേരളത്തിൽ ആരോഗ്യവകുപ്പിനും മെഡിക്കൽ കോളേജിലും ഡോക്ടർമാരെ കിട്ടുന്നില്ല. ഒരൊറ്റടിപ്പോ ഗാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്ന പോസ്റ്റില് ആ വകുപ്പിൽ 13 വേക്കൻസിയാണ് കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. ഒരെണ്ണത്തിന്റെ ഉദാഹരണം പറയുകയാണ്. മനുഷ്യർ ജോലി ചെയ്യാൻ തയ്യാറില്ല. ഇത് പട്ടാളമൊന്നുമല്ലല്ലോ. ആരോഗ്യവകുപ്പിൽ മനുഷ്യർ നേരിട്ട് ഇടപെടുന്ന ഈ പറയുന്ന ആരോഗ്യവകുപ്പിലെ പ്രവർത്തകരെല്ലാം മെഡിക്കൽ കോളേജ് ചേരുന്നതിന്, നഴ്സിംഗ് കോളേജ് ചേരുന്നതിന് അങ്ങോട്ട് ആരോഗ്യ പ്രവർത്തകരാ മരിക്കുന്നത് വരെയും. ഈ ആരോഗ്യമന്ത്രിമാരുടെ ആരോഗ്യമന്ത്രികളുടെ ആയുസ് 5 വർഷമേ ഉള്ളൂ. അവർ ഇവിടെ വന്ന് നശിപ്പിച്ച് ഇങ്ങനെ പൂർണ്ണമായി തകർത്തിട്ട് പോകാൻ കഴിയില്ല. ഇത് പ്രതിഷേധിക്കാൻ കഴിയണം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA പ്രതിഷേധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അധ്യാപക സംഘടന KGMCTയും പ്രതിഷേധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ ആ സംഘടനകളുടെയും ബലം നഷ്ടപ്പെടും. ആൾക്കാർ പുറത്തു പറയും. ഒരുപാട് ഹാരിസ്മാരും ഒരുപാട് മോഹൻദാസ്മാരും അതിനകത്ത് വീർപ്പ് മുട്ടി കഴിയുക. ഇത് കൊടുങ്കാറ്റായി വരും. ഈ ചെറിയ പ്ലാസ്റ്റർ ഒട്ടിച്ച് ആളുടെ വായടപ്പിക്കാന്ന് വെച്ചാൽ മലവെള്ളപ്പാച്ചിലായിട്ട് മന്ത്രിതയം കൊണ്ടുപോകും. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മനുഷ്യരുടെ പ്രശ്നമാണ്. മനുഷ്യർ ചാകുകയാണ്. മനുഷ്യർ പുഴുക്കളെ പോലെ ചത്തുപോവുകയാണ്. അന്നേരമാണ് മനുഷ്യർ ഡോക്ടർമാരോട് പറയുന്നത് വാതുറക്കരുത്, നഴ്സുമാരോട് വാതുറക്കരുത്. എന്തൊരു നാണക്കേടാണ്, ലജ്ജ തോന്നുന്നു. അതുതന്നെയാണ് താങ്കൾ പറഞ്ഞതുപോലെ ഈ സാധാരണക്കാരുൾപ്പെടെ ആശ്രയിക്കുന്നതാണ് മെഡിക്കൽ കോളേജുകൾ. അവിടുത്തെ പ്രശ്നങ്ങൾ പരിമിതികളൊക്കെ ഉണ്ടാകും, പക്ഷെ അതൊന്നും പുറത്തു പറയാൻ പാടില്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. ഒരു പ്രതികരണത്തിലേക്കും ഇനി കടക്കരുത് എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഇനി ആരെങ്കിലും ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മുന്നോട്ട് വന്ന് പറയാൻ ആരെങ്കിലും ഇനി മുന്നിലേക്ക് വരുമോ? കാരണം ഇത്തരത്തിലുള്ള ഒരു ഭീഷണി നമ്മൾ വാർത്താ സമ്മേളനം പോലും വിളിച്ച് അത്തരത്തിൽ ആ ഡോക്ടർ ഹാരിസിനെ ഏതൊക്കെ തരത്തിലൊരു പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കാമോ ആ തരത്തിലെല്ലാം ആരോഗ്യവകുപ്പ് ഇതുവരെ ചെയ്തു കഴിഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ ഡോക്ടർ മോഹൻദാസും ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇടുകയും അതിനുശേഷം അത് പിൻവലിക്കേണ്ട അവസ്ഥയും വരികയും ചെയ്തു. ഇതെല്ലാം എങ്ങനെയാണ് ഇനി ഒരു ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ
ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഒന്ന് തുറന്നു പറയാൻ ആർക്കെങ്കിലും ഇനി മുന്നിലേക്ക് എത്താൻ കഴിയുമോ? ഇത് സർക്കാരിന്റെ അഭിമാനം മാത്രമാണ് അവർക്ക് പ്രശ്നം. ജനങ്ങളുടെ ആരോഗ്യം പ്രശ്നമല്ല. ഒരു ആരോഗ്യമന്ത്രി ഉണ്ട് പറയുന്നത്, നിങ്ങൾ പറയൂ, ഞാൻ പരിഹരിക്കാന്നല്ലേ പറയേണ്ടത്. ഇത് ആൾക്കാരെ പറയുന്നവനെ വെടിവെക്കാൻ നോക്കണം. എന്തൊരു നാണക്കേടാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരുപാട് ഹാരിസുമാരും ഒരുപാട് മോഹൻദാസുമാരും ഉണ്ട്. പലരും ശബ്ദിക്കും. ഇത് ഈ മന്ത്രിസഭയുടെയും ആരോഗ്യവകുപ്പിന്റെ കടപുഴക്കി കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. ഇതിങ്ങനല്ല ഭരിക്കേണ്ടത്. ജനാധിപത്യ രാജ്യമാണ്. ഞാൻ പറഞ്ഞു, പോലീസുകാർക്ക് സംഘടന ഉണ്ടാക്കിയ പാർട്ടി പറയുന്നത്. അസംബ്ലിയിൽ കയറി കമ്പ്യൂട്ടറും ഉപകരണം അടിച്ചു പൊട്ടിച്ച പാർട്ടിയുടെ ആളായി പറയുന്നത്. ഡോക്ടർമാര് കമ്പ്യൂട്ടറും മേശൊന്നും അടിച്ചു പൊളിക്കുന്നില്ലല്ലോ, മേശപ്പുറത്ത് കയറി ഇന്ന് താണ്ഡവം നടത്തുന്നില്ലല്ലോ. അവർ പറയുന്ന മുഴുവൻ രോഗികൾക്ക്, ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. ആളുകൾ പുഴുക്കളെ പോലെ മരിച്ചു പോകുമ്പോൾ വേദന കൊണ്ട് പറഞ്ഞു പോകാൻ അവരെ വായടപ്പിക്കാന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ മരിച്ചു കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ചത്തുപോട്ട് ഗവൺമെന്റ് പ്രതിച്ഛായാണ് പ്രധാനം. ഈ നാട്ടിലെ ആളുകളുടെ ആരോഗ്യം പ്രശ്നമല്ല എന്നാണ് കാണിക്കുന്നത്. ഇതുവരെ കൈ നിൽക്കില്ല. കേരളത്തിലെ മെഡിക്കൽ രംഗത്തിന് ഇപ്പൊ പോലീസുകാർക്ക് അസോസിയേഷൻ ഉണ്ടാക്കിയതുപോലെ തന്നെയാണ്. എല്ലാ പ്രസ്ഥാനങ്ങളും സംഘടിതമാണ്. അവരാരും അവരെ ശമ്പളത്തിന് വേണ്ടിയിട്ട് പരസ്യ പ്രസ്ഥാനം നടത്തിക്കഴിഞ്ഞ മന്ത്രിക്ക് അത് പറയാം. അവർക്ക് വോട്ട് ചെയ്ത ജനങ്ങളും കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. ഇവരത്തെ സാധാരണ മനുഷ്യരാണ് ഇവർക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വിഷയം ഉണ്ടാകുമ്പോൾ പുറത്ത് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനവിരുദ്ധമാണ്. ഇപ്പോ ആ ഹാരിസ് പറഞ്ഞുകൊണ്ടല്ലേ വിമാനത്തിൽ ഉപകരണം കൊണ്ടുവന്നല്ലേ പറയുന്നത്. 1-2 പേർക്കെങ്കിലും പോയോണ്ടായില്ലേ അടിയന്തര ഘട്ടത്തില്. അതിന് ഒരു ചലനം ഉണ്ടായില്ലേ കേരളത്തിലെ ആരോഗ്യരംഗത്ത്. ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് മന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നില്ലേ, സിസ്റ്റം തകരാറാണ്. അപ്പൊ ഇത് മന്ത്രി ഒരു വശത്തും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മറുവശത്തുമാണ്. സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ നോക്കിയാൽ കാണാം. മന്ത്രി പറയുന്ന അഭിപ്രായങ്ങൾക്ക് താഴെ വരുന്ന കമന്റുകൾ കണ്ടാൽ അറിയാം. കേരളത്തിലെ ആരോഗ്യമന്ത്രി ഒരു വശത്തും മുഴുവൻ ജനത അവർക്കെതിരായിട്ട് നിൽക്കുകയാണ്. അതെനിക്ക് സഹതാപമുണ്ട്. ഒരു വനിതയ്ക്ക്, ഒരു പൊതുപ്രവർത്തകയ്ക്ക് അങ്ങനെ സംഭവിച്ചുകൂടാ. ഈ CPM പറയുന്ന പോലെ കേൾക്കുന്നതുകൊണ്ടാണ്. ആരോഗ്യമന്ത്രിമാർക്ക് നട്ടല് വേണം. CPM അവർ അടുത്ത കാലത്താണ് CPM വന്നവരാണ്. അവരൊരു ഗതികേട് ആലോചിച്ച് നോക്കണം. അവർ കഴിവുള്ള സ്ത്രീയാണ്. CPMന് അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. പക്ഷേ മുഴുവൻ വൈരാഗ്യവും പൊതുജനത്തിന് ദേഷ്യവും ആരോഗ്യമന്ത്രിക്കെതിരെയാകുകയാണ്. അത് അവരും തിരിച്ചറിയേണ്ടതാണ്. ഈ CPMന്റെ അഭിമാന സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു മന്ത്രി ഉപയോഗിക്കരുത്. പ്രശ്നങ്ങളുടെ പരിഹരിക്കണം. കെട്ടടിഞ്ഞ് വീഴുന്നത് ഡോക്ടറിന്റെ കുഴപ്പമാണ്. ഒരു രോഗി മരിക്കുന്നത്, മനുഷ്യന്റെ ദേഹത്ത് പുഴുവരിക്കുന്നത് ഡോക്ടറിന്റെ കുഴപ്പമാണ്. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക സൗകര്യങ്ങളുടെ കുറവുണ്ട്, ഡോക്ടർമാരുടെ ഒഴിവുണ്ട്, നഴ്സുമാരുടെ ഒഴിവുണ്ട്, ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നില്ല. പണമില്ലെങ്കിൽ പണം ഉണ്ടാക്കണം. അതിനാണ് സർക്കാർ. വരുന്ന രോഗി എതിർവശത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിച്ചു കൊടുക്കുക. ഈ കേരളത്തിൽ എന്താണ് ഇതൊരു സർക്കാർ? ആരോഗ്യരംഗത്ത് എല്ലായിടത്തും പ്രശ്നമുണ്ട്, എല്ലാ രാജ്യത്തും പ്രശ്നമുണ്ട്. പരിഹരിക്കാണ് ഗവൺമെന്റ് ഒരു ജനാധിപത്യം തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഉണ്ട്. ഇതെല്ലാം പരിഹരിക്കുമെന്ന് പറഞ്ഞ്, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് വന്നവരാണ്. മുഴുവൻ നശിപ്പിച്ചു വെച്ചിരിക്കുക. ഒന്നുകിൽ പരിഹരിക്കണം, അല്ലെങ്കിൽ ഈ സ്ഥാനങ്ങൾ ഒഴിഞ്ഞു പോകണം. അവനവന്റെ കഴിവുകേടിനെ മറച്ചു വെക്കാണ്ട് ബാക്കിയുള്ളവരെ മൂടുകയല്ലേ വേണ്ടത്. നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ പൊതിഞ്ഞു വെച്ചാൽ വലിയ നാറ്റമായി പോവും. ഇത് ഒരു തരത്തിലും മനുഷ്യർ ഇടപെടുന്നതേ ഈ പരസ്യ പ്രസ്ഥാനം തടയാൻ പറ്റുള്ളൂ. ഡോക്ടർമാർ സംസാരിക്കുന്ന രോഗികളോടാണ്, മെഷീനുകളല്ല. ഡോക്ടർമാർ നാവുള്ളവരാണ്. ഇത് മുഴുവൻ കേരളത്തിൽ ഞങ്ങൾക്ക് സംസാരിക്കുന്നുണ്ട്. മുഴുവൻ മെഡിക്കൽ വിദ്യാർത്ഥികൾ തൊട്ട് ഏറ്റവും ഉന്നതതലത്തിലുള്ള ഡോക്ടർമാരുടെ വരെ ഞാനും ആഹ്വാനം ചെയ്യാണ്. ഞാൻ ഈ രംഗത്തൊരു വേറിട്ട രംഗത്ത് നിൽക്കുന്നതാണ്. മുഴുവൻ പേര് നമ്മൾ സംസാരിക്കണം. ഇവർക്ക് സാമൂഹ്യ മാധ്യമത്തിൽ ലോക്കിടാൻ പറ്റില്ല, വായിൽ ലോക്കിടാൻ പറ്റൂ. ഞങ്ങൾ സംസാരിക്കും. ഞാൻ വിദ്യാർത്ഥിയോട് തൊട്ട് ആഹ്വാനം ചെയ്യാം, നിങ്ങൾ സംസാരിക്കണം. നമ്മൾ പറയും നമ്മുടെ ശമ്പള കൂടുതലിനോ അലവൻസിനോ വേണ്ടിയിട്ടല്ല. കേരളത്തിലെ ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. അത് പറയാൻ സാമൂഹ്യ മാധ്യമങ്ങളിലും വിലക്കിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് പറയും. നേരിട്ട് പറഞ്ഞാൽ മന്ത്രി എല്ലാവരും വീട്ടിൽ വന്ന് സംസാരം അളക്കാൻ പറ്റൂ. ഞങ്ങൾ സംസാരിക്കാൻ പോകണം. മുഴുവൻ പേര് സംസാരിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.